അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഷമീന എന്ന് പറയുന്ന അഫാൻ്റെ ഉമ്മ കണ്ണ് തുറന്നിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ആ ഉമ്മ ആദ്യമായിട്ട് ചോദിച്ചത് തൻ്റെ ഇളയ മകൻ എവിടെ എന്നാണ്. ആ ഇളയ മകൻ ഇനി ഈ ലോകത്തില്ല എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ഉമ്മയുടെ ചോദ്യത്തിൻ്റെ മുമ്പിൽ ആ ഒരു ബന്ധുവായ മനുഷ്യൻ പകച്ചു നിന്നു പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഉമ്മയുടെ വാക്കുകളാണ് ഇനി ഈ ഒരു കേസിൻ്റെ മുന്നോട്ടുള്ള ഗമനം എത്രത്തോളമുണ്ട് എന്ന് അറിയാനായിട്ട് കഴിയുന്നത്. ഒരു കുടുംബത്തിനെ മുഴുവനും ഇല്ലാതാക്കിയിട്ടുണ്ട് എന്ന് ആ ഉമ്മാക്ക് ഇപ്പോഴും അറിയില്ല. കാരണം ആദ്യമായിട്ട് അഫാന് ആ ഉമ്മയെയാണ് കൊല്ലാനായിട്ട് ശ്രമിച്ചത്. ആ ഉമ്മയെ ഷാള് കഴുത്തിലിട്ട് മുറുക്കിയിട്ട് ജീവൻ പോയി എന്ന് അവന് തോന്നിയിട്ടേറ്റെ ഒരു റൂമിൻ്റെ ഉള്ളിലാക്കി അടച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ആ ഉമ്മ മരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് ആ ഉമ്മാക്കറിയില്ല. അതുകൊണ്ടാണ് ആ ഉമ്മ ചോദിച്ചത്, എൻ്റെ പൈതൽ എവിടെ എന്ന്. ആ മകനെ വളരെ ക്രൂരമായിട്ട് തൻ്റെ മൂത്ത മകൻ കൊലപ്പെടുത്തി എന്ന ആ ഉമ്മാനോട് എങ്ങനെയാണ് അവർ പറയുക? മകനുണ്ട് ഇവിടെ എന്നാണ് അത്ര പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് ക്ഷമിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുക്കട്ടെ. ആ ഉമ്മയുടെ ഒരു ബന്ധുവും അവരുടെ സഹോദരനും സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സംസാരിക്കാം. എന്താണ് സംസാരിക്കുക? ഞാൻ ഡോക്ടറെ വിളിച്ചിരുന്നു. അപ്പം സഹോദരൻ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ ഞാനും കൂടി പോയി. അപ്പോൾ ഞാനാണ് ആദ്യം കയറി കാണുന്നത്. കണ്ടപ്പം എനിക്ക് കയറുമ്പോൾ തന്നെ അവളെ അടുത്ത് എത്തിയെങ്കിൽ പോലും എനിക്ക് ആളെ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലായിരുന്നു. ഞാൻ ഡോക്ടർ ക്ഷമയാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. മുഖത്തിന് നല്ല വലിയ വ്യത്യാസങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് 24 മണിക്കൂറിനകത്ത്. നോക്കി, സ്വന്തം മകൻ ഉമ്മാനെ കാട്ടിക്കൂട്ടിയതാണ്. ബന്ധുക്കൾക്ക് പോലും തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല എന്ന് മറ്റുള്ള ആളുകളോട്, അതായത് ഡോക്ടർമാരോട് വരെ ചോദിക്കേണ്ടി വന്നു, ഇതാണോ ഇവൻ്റെ ഉമ്മ, അതായത് എൻ്റെ സഹോദരി എന്ന്. പഠിച്ചോനെ, എത്ര വേദന ആ ഉമ്മ സഹിക്കുന്നുണ്ടാകും. എന്തായാലും അവൾ എന്നോട് സംസാരിക്കുകയും എൻ്റെ കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തു. മാമാന്ന് വിളിക്കുകയും ചെയ്തു. എന്നെ മനസ്സിലായി, മാമാന്ന് വിളിച്ചു. കുഞ്ഞിനെയാണ് ചോദിച്ചത്. മോനെ എന്നോട് ചോദിച്ചു, ഇളയ മോനെ ചോദിച്ചു. അവൻ്റെ പേര് പറഞ്ഞിട്ട് ഹസ്ബാൻ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. മോനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. സംസാരിക്കുന്നത് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ചെവി കുറച്ച് കൊടുത്താൽ നമുക്ക് കുറച്ച് വ്യക്തമാകും. ഞാൻ സ്വന്തം പൈതൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് ആ ഉമ്മ അറിയുമ്പോൾ ആ ഉമ്മാൻ്റെ മനസ്സ് തകർന്നു പോകും. ആ ഉപ്പാൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിക്കണമെന്നറിയില്ല. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ മനുഷ്യൻ നിന്നിങ്ങനെ കരയാണ്. ഫോൺ വിളിച്ചിട്ട് തൻ്റെ ഇളയ മകൻ മരണപ്പെട്ടു എന്ന് ആദ്യം വിളിച്ചപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടില്ല എന്ന് ആ മനുഷ്യൻ പറയുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. എത്ര വലിയ വേദന ആ കുടുംബം ഇന്ന് അനുഭവിക്കുന്നുണ്ടാകും. ഈ ഒരു സത്യങ്ങളൊക്കെ ആ ഉമ്മ ഇനി അറിയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും? അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റെന്തെങ്കിലും കാര്യം വേറെ ഒന്നും പറഞ്ഞില്ല. പറയാനോ ചോദിക്കാനോ പറയാനോ ഉള്ള മൂഡ് അല്ല അവള്. ഇത് സംബന്ധിച്ച് അമ്മ കാര്യമൊന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല, യഥാർത്ഥത്തിൽ ഒന്നും അറിഞ്ഞിട്ടില്ല. എന്താ, ആരാണ് മരണപ്പെട്ടതെന്നും അവൾ അറിഞ്ഞിട്ടില്ല. എങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ ചോദിക്കില്ലല്ലോ. മൂത്ത മകന്റെ കാര്യം എന്തെങ്കിലും അല്ല, അത് ചോദിച്ചിട്ടില്ല. മൂത്തമ്മന്റെ കാര്യം ഒന്നും ചോദിച്ചില്ല. സഹോദരൻ വന്ന് സഹോദരൻ എൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. ഷമീർ എവിടെ വിളിച്ച ഷമീർ. പോലീസ് എന്തെങ്കിലും പറഞ്ഞോ മൊഴിയെടുക്കാനായിട്ടുള്ള? മൊഴി ഞാനാണ് ഫസ്റ്റ് വീട്ടിൽ വെച്ച് കൊടുക്കുന്നത്. അല്ല, ഇവിടെ ഷമീയുടെ ഇല്ല, ഷമീർ ഈ ഷമിയുടെ സഹോദരൻ ഷമീർ കൂടെയൊക്കെ ചേരുന്നുണ്ട്. എന്താണ് സംസാരിക്കാൻ പറ്റിയപ്പോൾ? എന്താണെന്ന് അറിയാൻ വയ്യ. ഞാൻ ഇപ്പോൾ രാവിലെ എത്തിയതേ ഉള്ളൂ. എൻ്റെ സഹോദരി മക്കളുമാണ്. എന്താണെന്ന് ഒരു പിടിയും ഇല്ല. കണ്ടോ? ഷമിയെ കണ്ടിരുന്നു? ഷമിയെ ഞാൻ കണ്ടായിരുന്നു. എന്താ പറഞ്ഞു? സംസാരം തിരിയണില്ല. കുട്ടികളെ തിരക്കി എല്ലാവരും ചോദിച്ചു, ഒന്നും തിരിയണില്ല. സംസാരം ക്ലിയർ ആവണില്ല. നല്ല പരിക്കുണ്ടോ? പരിക്കുണ്ട്, നല്ല പരിക്കുണ്ട്. വെഞ്ഞാറമൂടിലെ ഒരു ബന്ധുവിന്റെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. പൊതു രീതി എന്ന് പറഞ്ഞാൽ ആള് സൈലന്റ് ആണ്. എല്ലാ നാട്ടുകാർക്ക് ചോദിച്ചു, എൻ്റെ ഇവിടെ ചോദിച്ചില്ലെങ്കിലും അറിയാം. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒന്നും പറയാൻ മനസ്സിലാവും. അത്ര നല്ല പയ്യനാണ്. അവസ്ഥ എന്ത് പറയാണെന്ന് എനിക്കറിയില്ല. തളർന്ന് ഇടയ്ക്കാണ്. തലയൊക്കെ ഒന്നും സംസാരമൊന്നും ക്ലിയർ ആവില്ല. മൊത്തം ഒരുപാട് മുറിവാണ്. സംസാരം ക്ലിയർ ആവില്ല. മൊത്തം നീരടിച്ച്.
സാമ്പത്തിക പ്രശ്നം വേറെ ഈ ചില്ലറ കടങ്ങളുള്ള അളിയന് പിന്നെ അവിടെ വന്ന് കച്ചവടം നടത്തിയപ്പോൾ ഇത് ബുദ്ധിമുട്ടായി, അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. പിന്നെ ബാങ്കിലെ 1-2 ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് നോക്കി ആ ഒരു സഹോദരൻ്റെ ഒക്കെ ഒരു അവസ്ഥ എത്രത്തോളം വേദനാജനകമാണ് എന്ന്. ഈ സഹോദരൻ ഇത്രത്തോളം ഉണ്ടെങ്കിൽ ഈ അഫാൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്ക് എത്രത്തോളം ഉണ്ടാകും, അവരുടെ ഉപ്പാൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആശ്വാസം എന്നോണമാകും ആ ഉപ്പാക്ക് ആ ഉമ്മാൻ അള്ളാഹു തിരിച്ചു കൊടുത്തത്. അള്ളാഹു ഒരു ബുദ്ധിമുട്ടും ആ ഉമ്മാക്ക് അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. കാരണം ഇനിയുള്ള ഏക പ്രതീക്ഷ ആ മനുഷ്യന് അവരുടെ ഭാര്യയിലാകും. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ആ ഉമ്മാക്ക്. ഇതിൻ്റെ കൂടെ വേറെ ഒരു മാതാപിതാക്കൾ ഇന്ന് കുഴഞ്ഞു വീണിട്ട് അവരെഴുന്നേൽക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല എന്നുള്ള വാർത്ത കൂടി കേൾക്കാൻ കഴിഞ്ഞു. അതാരാന്നറിയോ നിങ്ങൾക്ക്? ഫർഹാന എന്ന് പറയുന്ന ഈ അഫാൻ്റെ കാമുകിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പഠിക്കാനൊക്കെ മിടുക്കിയായ ഒരു കുട്ടിയാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. വീടിൻ്റെ അടുത്ത് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ടത്രേ. അങ്ങനെ ട്യൂഷന് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പെൺകുട്ടി ഫർഹാൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എന്നാണ് പലരിൽ നിന്നും അറിയാനായിട്ട് കഴിഞ്ഞത്. ആ ഉപ്പാക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ പണിയാണ് ഫർഹാനയുടെ ഉപ്പാക്ക്. ആ ഉപ്പയുണ്ടല്ലോ, മകളുടെ ഈ വിയോഗ വാർത്ത പെട്ടെന്ന് കേട്ടപ്പോൾ ആ ഉമ്മയും ഉപ്പയും കുഴഞ്ഞു വീണു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ ഉപ്പയും ഉമ്മയും എഴുന്നേറ്റിട്ടില്ല എന്ന് വരെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. കാരണം ഏക മകള്, അവരുടെ പൊന്നുമോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഉപ്പ അവസാനം കാണുമ്പോൾ ശാരീരികമായിട്ടൊരു കുഴപ്പമില്ലാത്ത ഒരു മകള് പെടുന്നനെ, അതും കൊല ചെയ്യപ്പെട്ടു, ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വേദന ഉണ്ടാകുന്നു. അഫാൻ പറഞ്ഞത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അവൾ ഇവിടെ ഒറ്റക്കാകുമെന്നാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ഈ ചുറ്റികണ്ടല്ലോ അതെടുത്ത് ഉപയോഗിച്ച് തലയിലേക്ക് ആഞ്ഞടിച്ചിട്ട് ശരീരം വികൃതമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ടാണ് അവൻ പോലീസിനോട് പറഞ്ഞത് ഞാനില്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ കഴിയൂല എന്ന്. പടച്ചോനെ, എത്ര ക്രൂരമായിട്ടാണ് ആ ഒരു ചെറുപ്പക്കാരൻ പെരുമാറിയിട്ടുള്ളത്. ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ സുഹൃത്തുക്കളെ? മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും.